ഹായ് വിവേഴ്സ്, ജഗാ സ്റ്റിച്ചിങ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് 290ൻ്റെ ഒരു നൈറ്റി മെറ്റീരിയലാണ്. നൈറ്റിയാണെന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നത്. 48 ഇഞ്ച് വണ്ണമുള്ള നൈറ്റിയാണ് കട്ട് ചെയ്യുന്നത്. നല്ല കോട്ടൻ്റെ അജ്രക് മെറ്റീരിയലാണ്. എനിക്കിവിടെ ചെറിയ തോതിൽ മെറ്റീരിയലിൻ്റെ ബിസിനസ് ഉണ്ട്. ഓൺലൈനായിട്ടില്ല, നമുക്ക് നമ്മളെ പരിസരത്തൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന പരിപാടിയുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തു വച്ചിട്ടുള്ള മെറ്റീരിയലാണിത്. നല്ല കോട്ടൻ്റെ മെറ്റീരിയലാണ്. അജ്രക്ക് ബ്ലാക്ക് കളറാണ്. അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. മെറ്റീരിയലിനെ ഇങ്ങനെ നിവർത്തിയിട്ടിട്ട് രണ്ടായിട്ട് ഇതിങ്ങനെ മടക്കിയെടുക്കണം. അതിപ്പോൾ രണ്ടായിട്ട് മറിച്ചിട്ട് നമുക്ക് അടിഭാഗത്തായിട്ട് മാർക്ക് ചെയ്തെടുക്കാമേ. ആദ്യം ഇതുപോലെ രണ്ടായിട്ട് ഇങ്ങനെ നിവർത്തി മടക്കിയിടുക. ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ടതിന് ശേഷം വീണ്ടും ഇതുപോലെ ഇങ്ങനെ മടക്കിയിടുക. ഇവിടെയാണ് തുണി മടക്കിയിടേണ്ടത്. ഇതാ ഓപ്പണായിട്ടുള്ള 4 സൈഡും ആ ഭാഗത്ത് നമുക്ക് ഈ മടക്ക് ഭാഗം ഈ ഓപ്പൺ ഇല്ലാത്ത ഈ മടക്ക് ഭാഗം നമ്മുടെ സൈഡിലേക്ക് ഇട്ടിട്ട് ഈ ഭാഗത്ത് ഈ 2 മടക്ക് ഭാഗങ്ങളിലാണ് ഷോൾഡർ ഒക്കെ മാർക്ക് ചെയ്യേണ്ടത്. നമുക്ക് ഈ ഭാഗത്തു നിന്നാണ് കൈയൊക്കെ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ആദ്യം എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാം. ഇതുപോലെ ആദ്യം നന്നായിട്ട് തുണി മടക്കിയിടുക. ആദ്യം നമുക്ക് ഷോൾഡറാണ് മാർക്ക് ചെയ്യേണ്ടത്. ഷോൾഡർ 48 ഇഞ്ച് വണ്ണമാണ് നമുക്ക് നൈറ്റിക്ക് വേണ്ടത്. അതുകൊണ്ട് 8 ഇഞ്ച് ഷോൾഡർ കൊടുക്കണം. 8 ഇഞ്ച് ഷോൾഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഷോൾഡർ 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ മാർക്ക് ചെയ്ത ഈ പോയിന്റിൽ നിന്നും താഴേക്ക് ഒരു 8 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഒരു ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ ലൈനിലാണ് നമ്മൾ ചെസ്റ്റ് വണ്ണമൊക്കെ മാർക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം ഈ സ്ക്വയർ ഷേപ്പിൽ മാർക്ക് ചെയ്ത ഭാഗത്ത് കൈക്കുഴിയും കൂടി മാർക്ക് ചെയ്തിട്ട് ചെസ്റ്റ് വണ്ണം അടയാളപ്പെടുത്താം. ഒന്നര ഇഞ്ച് ഈ കോണിൽ നിന്നും ടാപ്പ് വെച്ചിട്ട് 1.5 ഇഞ്ച് മുകളിലേക്ക് നമുക്ക് മാർക്ക് ചെയ്ത് വയ്ക്കാം. മാർക്ക് ചെയ്ത് വെച്ചിട്ട് ചെസ്റ്റ് വണ്ണം എത്രയാണെന്ന് മാർക്ക് ചെയ്യാം. 48 ഇഞ്ച് വണ്ണമാണ് ഈ നൈറ്റിക്ക് എടുക്കുന്നത്. അപ്പോൾ 48ൻ്റെ 4/1 12 ഇഞ്ച് വണ്ണമാണ് നമുക്കിപ്പോൾ ഈ ലൈനിൽ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. 12 മാർക്ക് ചെയ്തിട്ട് ഒരു ഇഞ്ചിന് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ 12 ഇഞ്ച് മാർക്ക് ചെയ്ത് അതിലേക്ക് കൈക്കുഴി ഇതുപോലെ ഒന്ന് വരച്ച് യോജിപ്പിച്ച് കൊടുക്കുക. ഇത് കൈക്കുഴി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറിൽ ടാപ്പ് വച്ചിട്ട് ഷോൾഡറിൽ നിന്നും ഒരു 15 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ചെസ്റ്റ് വണ്ണം എത്രയാണോ മാർക്ക് ചെയ്തത് അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 12 നമ്മൾ മുകളിൽ മാർക്ക് ചെയ്തത്. അപ്പോൾ ഇവിടെ ഒരു 11 ഇഞ്ച് ഷേപ്പിന് വേണ്ടി മാർക്ക് ചെയ്യുക. 1 ഇഞ്ച് തയ്യൽ തുമ്പ്. എന്നിട്ട് ഇതിങ്ങനെ നമ്മൾ കട്ട് ചെയ്യുമ്പം ഈ ലൈനിൽ കൂടെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് സ്റ്റിച്ച് ചെയ്യാനുള്ള ലൈനാണ്. ഇനി താഴ്ഭാഗത്ത് ഹിപ്പിൻ്റെ ഭാഗത്ത് എടുക്കുന്നതിനായിട്ട് ഒരു 23 ഇഞ്ച് താഴേക്ക് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. 23 ഇത്തിരി വണ്ണമുള്ള ഒരാളിനാണേ. അപ്പം ഇവിടെ ഞാൻ ഇത്തിരി കൂടുതൽ വണ്ണം എടുക്കണം, എങ്കിലേ എനിക്കത് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ 12 മുകളിലെടുത്തത്. അപ്പോൾ 1 ഇഞ്ച് 1.5 ഇഞ്ച് ഞാനിപ്പോൾ താഴ്ഭാഗത്ത് കൂട്ടിയെടുക്കുക. അപ്പോൾ ഈ ഭാഗത്ത് ഞാനൊരു 13.5 ഹിപ്പിൻ്റെ ഭാഗത്ത് 13.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് ഇതുപോലെ ഒരു ഷേപ്പ് വരച്ച് കൊടുക്കും. 13.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ താഴേക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി.
ഇതുപോലെയാണ്. പിന്നെ ഇത്രയാണ് അതിൻ്റെ ബോഡി പാർട്ടിൻ്റെ കട്ടിങ് വരുള്ളൂ. പിന്നെ ഇറക്കം ഞാനിപ്പോൾ ഈ മെറ്റീരിയലിൽ എത്ര ഇറക്കമുണ്ടോ അത്രയും ഇറക്കം ഇതിനകത്ത് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് അതിനനുസരിച്ച് എടുത്തിട്ട് കറക്റ്റിന് ഉള്ള ഇറക്കത്തിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് തയ്യൽത്തുമ്പും കൂടി ചേർത്ത് കൂട്ടിയിട്ട് വെട്ടിയെടുത്താൽ മതി. ഇനി തന്നെ ഈ ഭാഗത്തു നിന്നാണ് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിനായിട്ട് സ്ലീവിൻ്റെ ഇറക്കം ഇപ്പോൾ ഉള്ളത് 8 ഇഞ്ച് സ്ലീവ് ഇറക്കം ഉണ്ട്. ഫുൾ സ്ലീവ് ഇറക്കം എടുക്കുന്നുണ്ട്. അപ്പോൾ 8 ഇഞ്ച് എടുത്തിട്ട് ഇതുപോലെ കുറവായിരിക്കും, അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഈ ഭാഗത്തു നിന്നാണ് കൈക്കും കൂടി കട്ട് ചെയ്തെടുക്കേണ്ടത്. കൈ ഇനി കഴുത്ത് വരയ്ക്കുന്നത് നമുക്ക് ദാണ്ട് ഇത് സെപ്പറേറ്റ് ആക്കിയതിന് ശേഷമാണ് കഴുത്ത് വരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇപ്പോൾ കഴുത്ത് വരച്ച് കാണിക്കുന്നില്ല. ഇവിടെയാണ്, ഈ ഭാഗത്താണ് കഴുത്തകലം ഒരു 2.25 ഇഞ്ച്. നൈറ്റി ആയതുകൊണ്ട് വലുതായിട്ട് വൈഡായി പോകണ്ട, 2.25 ഇഞ്ച് കഴുത്തകലമൊക്കെ കൊടുത്താൽ മതി. കഴുത്തിറക്കം അതുപോലെ ഞാൻ വെട്ടുന്നില്ല, വരച്ച് കാണിക്കുന്നേ ഉള്ളേ. കഴുത്തിറക്കം ഒരു 6 ഇഞ്ച് കഴുത്തിറക്കം. ബാക്കിൽ ഫ്രണ്ട് ഒരു റൗണ്ട് കഴുത്താണ് ഞാൻ കൊടുക്കുന്നത്. ബാക്ക് കഴുത്ത് ഒരു 3 ഇഞ്ച്. ഇത്രയേ ഉള്ളൂ. നൈറ്റി കട്ട് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. എല്ലാവരും സ്വന്തമായിട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുറത്തൊക്കെ കൊടുത്ത് തയ്ച്ച് പൈസ കളയുന്നതിനേക്കാളും സ്വന്തമായിട്ട് തയ്ച്ച് നോക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിച്ചാൽ അതിനുള്ള മറുപടി പറയുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബായ്.